തിരുവനന്തപുരത്ത് പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. ചിറയൻകീഴാണ് സംഭവം. വിവരങ്ങൾ നൽകാൻ സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, പാമ്പ് കടിയേറ്റ് മരിക്കുന്ന വാർത്ത സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിറയൻകീഴിൽ സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിറയൻകീഴാണ്. 2ാം ക്ലാസ്സുകാരനാണ്. 8 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത്. ആഴൂർ മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകനാണ് ദിക്ഷൽ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതാണ്. ഇന്ന് പുലർച്ചെ കാലിൽ എന്തോ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി എഴുന്നേക്കുന്നത്. പിന്നീട് ഈ രക്ഷിതാക്കൾ തന്നെയാണ് ഈ കുട്ടിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് പാമ്പ് കടിയേറ്റാണെന്നുള്ള സംശയമുണ്ടായതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ആ വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയിരുന്നു. അത് വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയതായാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ വേദനാജനകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചൊരു സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കുട്ടി കൂടി ഈ പാമ്പിന്റെ കടിയേറ്റ് ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്ക് പോയിരിക്കുന്നത്. സിജോ, ഇത് പാമ്പ് കടിയേറ്റത് എവിടെ വെച്ചാണ്? വീട്ടിൽ നിന്ന് തന്നെയാണോ അതോ പറമ്പിൽ വെച്ച് മറ്റോ ആണോ? വീട്ടിലാണ്. ഇന്നലെ കുട്ടി കിടന്നുറങ്ങിയതാണ്. അതിന് പുലർച്ചെ കുട്ടിക്ക് കാലിൽ പാമ്പ് കടിയേൽക്കുന്നു. തുടർന്ന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടി കരയുകയാണ് ഉണ്ടായത്. തുടർന്ന് എഴുന്നേറ്റ് കുട്ടിയോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കുട്ടി പറയുന്നത് കാലിൽ എന്തോ കടിച്ചതായിട്ട് തോന്നുന്നു രക്ഷിതാക്കളോട് പറയുന്നു. അങ്ങനെയാണ് ഈ രക്ഷിതാക്കൾ ഈ കുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് അവിടെ നിന്നുള്ള ഡോക്ടർമാർ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ മൂർഖൻ പാമ്പാണ് കടിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ആന്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രക്ഷപ്പെടാനാണ് പതിവ്. പക്ഷേ അത് തിരിച്ചറിയാൻ വൈകിയോ അതോ കുട്ടി കടിയേറ്റത് കുറെ കഴിഞ്ഞാണോ അറിയുന്നത്? അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട്. എന്തായാലും കടിയേറ്റതിന് ശേഷം കുട്ടി കരഞ്ഞു. രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പിനെ പിന്നീട് അവിടെയുള്ള ആളുകൾ ചേർന്ന് പരിശോധന നടത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, ചിറയൻകീഴിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരിക്കാം ഇത് പാമ്പ് കടിയേറ്റാണെന്നുള്ള സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് വീട്ടിനുള്ളിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഈ പാമ്പ് തന്നെയാണ് കടിച്ചതെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. എന്തായാലും ഇത് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്.